കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാലോ കൂരായണ. ഇതാണ് BJPയുടെ തനി നിറമെന്ന് പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കാതെ അധികാര കസേര കൊടുത്ത മഹാരാഷ്ട്രയ്ക്ക് 8ന്റെ അല്ല 16ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അട്ടിമറി വിജയത്തിന് മഹായുതിയെ സഹായിച്ച പദ്ധതിയായിരുന്നു ലഡ്കി ബഹൻ പദ്ധതി. ഈ പദ്ധതി അനുസരിച്ച യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ അലവൻസ് നൽകിയിരുന്നു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ സഹായം 2100 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡെ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് കൂട്ടത്തോടെ 20 ലക്ഷം പേരെ സർക്കാർ വെട്ടിയിരിക്കുകയാണ്. ലഡ്കി ബഹൻ യോജന സംസ്ഥാന ഖജനാവിന് ഭാരം സൃഷ്ടിക്കുകയാണെന്ന് മഹാരാഷ്ട്ര കൃഷി മന്ത്രി മണിക് റാവു കൊക്കോട്ടെ പറഞ്ഞതോടെയാണ് വാഗ്ദാനങ്ങൾ പാഴായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അവനവനെ കൊണ്ടാകില്ലെങ്കിൽ പിന്നെ എന്തിന് ജനങ്ങളെ പറ്റിക്കുന്നു? കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ ആരംഭിച്ച ലഡ്കി ബഹൻ പദ്ധതി പ്രതിവർഷം 46,000 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയത്. 2024 നവംബറിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുതിയുടെ വിജയത്തിൽ ഈ പദ്ധതി വലിയ പങ്ക് വഹിച്ചതുമാണ്. അങ്ങനെ വീണ്ടും ആ ചുഴലിൽ ഭരണം കിട്ടിയപ്പോഴാണ് ജനങ്ങളുടെ കരണത്തടിച്ചത്. ലഡ്കി ബഹൻ യോജന മൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അനുവദിക്കുന്ന മിച്ചം രൂപപ്പെടുത്താനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നുവെന്നും പറയുന്നുണ്ട്. 2.63 കോടി ആളുകളാണ് നിലവിൽ പദ്ധതിയുടെ ആനുകൂല്യം പറ്റുന്നത്. ഇതിനാണിപ്പോൾ സർക്കാർ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇറങ്ങി 20 ലക്ഷം സ്ത്രീകളെ വെട്ടിയത്. സർക്കാരിന്റെ തന്നെ മറ്റു പദ്ധതികളുടെ സഹായം സ്വീകരിക്കുന്നവരും ലിസ്റ്റിലുണ്ടെന്നും അവരെയാണ് ഒഴിവാക്കുന്നതെന്നുമാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ധനവകുപ്പിന് പണ്ട് തന്നെ ഈ പദ്ധതിയോട് കാര്യമായ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്തെ ധനസ്ഥിതിയെ കാര്യമായി ബാധിക്കുമെന്നും സമീപ ഭാവിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നതുൾപ്പെടെ വെല്ലുവിളി ഉണ്ടാക്കുമെന്നൊക്കെ ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷെ അതെല്ലാം അവഗണിച്ചാണ് സർക്കാർ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയതും വീണ്ടും ഭരണം പിടിച്ചതും. അതേസമയം സർക്കാരിന്റെ തന്നെ മറ്റു പദ്ധതികളിലൂടെ പണം സ്വീകരിക്കുന്ന 20 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ലഡ്കി ബഹനിൽ ഉണ്ടെന്നും അതിനാൽ അവരെ ഒഴിവാക്കുന്നു എന്നുമാണ് വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും പദ്ധതിക്ക് കീഴിൽ ഒരു സ്ത്രീക്ക് ലഡ്കി ബഹനിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കുറവ് തുകയാണ് ലഭിക്കുന്നതെങ്കിൽ ബാക്കി തുക ലഭിക്കുമെന്നും ഇനി കൂടുതലാണെങ്കിൽ അവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുമെന്നും വനിതാ ശിശു വികസന ക്ഷേമ മന്ത്രി അതിഥി തത്കരെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ മഹായുതി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് മാത്രമായാണ് പദ്ധതിയെ സർക്കാർ ഉപയോഗിച്ചത് എന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനോ പട്ടേലോ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അതും തിടുക്കപ്പെട്ടാണ് പദ്ധതി ആരംഭിച്ചത് തന്നെ. ലഡ്കി ബഹൻ പദ്ധതി എല്ലാ സ്ത്രീകൾക്കുമുള്ളതാണെന്നും ദരിദ്രരും പാവപ്പെട്ടവരുമായ സ്ത്രീകൾക്ക് ആനുകൂല്യം നൽകുമ്പോൾ ഒരു പരിശോധനയും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി എന്നാണ് പറഞ്ഞു വരുന്നത്.